മഴയത്ത് റബ്ബർ ബോട്ട് വിൽപ്പനയുമായി എത്തിയിരിക്കുകയാണ് ഒരു യൂട്യൂബർ. രാജ്യ തലസ്ഥാന മേഖലയുടെ ഭാഗമായ ഗുരുഗ്രാമിൽ നിന്നുള്ള കാഴ്ച ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റാണ്. എന്താണ് ഹിറ്റ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ ബോട്ട് വിൽപ്പനയിൽ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ കാണുന്നതാണ് വെള്ളക്കെട്ടിൽ, റോഡിലെ വെള്ളക്കെട്ടിലാണ് സംഭവം ഇറക്കിയിരിക്കുന്നത്. വെള്ളക്കെട്ടിലെയും ഈ ഡൽഹിയിൽ ഗതാഗത കുരുക്കിനെയും ഒക്കെ പരിഹസിച്ചുകൊണ്ടാണ് ശരിക്കും ഈ വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ജൂലൈ 10 പോസ്റ്റ് ചെയ്ത വീഡിയോയാണ്. അതാണിപ്പോൾ വൻ ഹിറ്റായി മാറിയിരിക്കുന്നത്. അർജുൻ പീതാംബരനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അർജുൻ, പലപ്പോഴായിട്ട് ഈ ഡൽഹിയിലെ ഉൾപ്പെടെ മഴയുടെ സാഹചര്യം അത് അർജുനൊക്കെ പറയുന്നതാണ്. ഈ മഴ പെയ്താൽ വെള്ളക്കെട്ട്, അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്ക് പലപ്പോഴും പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ പങ്കുവെച്ചതും നല്ല കാര്യം തന്നെയാണ്. കാരണം ഇതൊക്കെ കാണേണ്ടവർ കണ്ടാലല്ലേ പ്രശ്നത്തിലൊക്കെ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഈ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ കമന്റിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഈ ബോട്ടൊക്കെ ഉടനെ വാങ്ങേണ്ടത് അത്യാവശ്യം തന്നെയാണ്, എങ്കിലേ ഓഫീസിലൊക്കെ കൃത്യസമയത്ത് എത്താൻ പറ്റുള്ളൂ എന്നാണ് ഈ വീഡിയോ കണ്ട ജനങ്ങൾ പോലും അതിൽ കമന്റുകളായിട്ട് പറയുന്നത്. ഡൽഹിയിൽ ഈ മൺസൂൺ ശക്തമായപ്പോൾ ഇടയ്ക്കിടയ്ക്ക് രാവിലെ വൈകിട്ടൊന്നുമില്ല, നല്ല മഴ പെയ്യും. ഡൽഹിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ നല്ലൊരു മഴ പെയ്താൽ തന്നെ മിക്ക പ്രദേശങ്ങളും വെള്ളക്കെട്ടിലാവും. മുട്ടോളം വരെയെങ്കിലും വെള്ളം കയറുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഗുരുഗ്രാമിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിയുടെ, അതായത് ഈ രാജ്യ തലസ്ഥാന മേഖലയുടെ ഭാഗം തന്നെയാണ്. പക്ഷേ ഡൽഹി ടു ഗുരുഗ്രാം ഒരു സ്ട്രെച്ച് ഉണ്ട്, അല്ലെങ്കിൽ തിരിച്ചാണെങ്കിലും ഗുരുഗ്രാം ആ ഒരു മേഖലയാണെങ്കിൽ പോലും ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. പെട്ടെന്നൊന്നും എത്തിച്ചേരാൻ പറ്റില്ല. ഒരു 10-15 കിലോമീറ്ററൊക്കെ നീങ്ങണമെങ്കിൽ പോലും 2 മണിക്കൂറിന് മേലെ എടുക്കുകയാണ് സാധാരണ എടുക്കുക. വെള്ളക്കെട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട, ഒരു പരിപാടി അവിടെ നടക്കില്ല. അപ്പോൾ അതിലാണ് പരിഹസിച്ചുകൊണ്ട് ഈ റബ്ബർ ബോട്ട്, അതായത് ഊതി ഉറപ്പിക്കാൻ പറ്റുന്ന, നമുക്ക് ഓൺലൈനിലൊക്കെ വളരെ എളുപ്പത്തിൽ വാങ്ങാൻ പറ്റുന്നൊരു ബോട്ട് ഒരു യൂട്യൂബർ കൊണ്ടുവന്ന് ഫുട്പാത്തിൻ്റെ ഭാഗത്ത് കെട്ടിയിട്ട് വരുന്ന ആളുകളെയൊക്കെ അതിൽ കയറ്റി ഒരു രസകരമായിട്ടുള്ളൊരു വ്ളോഗ് പോലെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഇത് തമാശ എന്നുള്ളതിലുപരി ഗുരുഗ്രാമിലെയും ഡൽഹി ആൾക്കാരുടെയൊക്കെ ഒരു ജീവിതമാണ് ഈ മഴ വരുന്ന സമയത്ത്. കാരണം ഗുരുഗ്രാമിനെ സംബന്ധിച്ച് അവിടെ ഏറ്റവും കൂടുതൽ ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും കോർപ്പറേറ്റ് ജോലിക്കാരും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്നും ഡൽഹിയിലേക്ക് സർക്കാർ ജോലിക്കാർ വരുന്നവരുണ്ട്, ഇവിടെ നിന്നും അങ്ങോട്ട് ഈ IT ടെക്കേഴ്സ് പോകുന്നവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ സമയത്ത് ഓഫീസിലെത്താൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ അതിനെയും തമാശ രൂപേണ ചിത്രീകരിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ നാട്ടിലൊക്കെ പറയാറുണ്ട്, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇനി പുറത്തിറങ്ങി ബോട്ട് അല്ലെങ്കിൽ തോണി കൊണ്ടുവരണം. അത് വളരെ പ്രാക്ടിക്കലായിട്ട് തന്നെ ഇദ്ദേഹം ഇവിടെ ചെയ്ത് കാണിച്ചു തരികയാണ്. മാത്രമല്ല, ആ ഫൺ ബൈക്കർ വൈഭവ് എന്നാണ് ഈ ബ്ലോഗറിൻ്റെ, യൂട്യൂബറിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ തന്നെ ഈ ബോട്ട് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇ-കോമേഴ്സ് സൈറ്റും അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിൽ വാങ്ങിച്ചെടുക്കാനുള്ള കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നത്. ആ വഴിയിൽ വരുന്നവരെ എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ബോട്ടിൽ കയറ്റി വീഡിയോ എടുക്കുന്നുണ്ട്. തൊട്ട് മുകളിലൂടെയും ഈ വശങ്ങളിലൂടെയൊക്കെ പോകുന്നവരെല്ലാം തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. അവരെല്ലാം രസകരമായിട്ടുള്ള ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇത് ചിരിച്ച് തള്ളുന്നതിനേക്കാൾ കൂടുതൽ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാണ്. കാരണം എല്ലാ മഴക്കാലത്തും, അല്ലെങ്കിൽ നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഡൽഹിയുടെ മൊത്തത്തിൽ, അപ്പോൾ ഗുരുഗ്രാം എന്നല്ല, ഡൽഹി ആയാലും നോയിഡ ആയാലും ഏത് മേഖലയാണെങ്കിലും ഈ ഒരു അവസ്ഥയാണ്.